ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബിൽ നിന്ന് ആദ്യമായി എനിക്ക് പൈസ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പൈസ എടുക്കാം. 4 വർഷം മുൻപേ, അതായത് 27 നവംബർ 2019 ഞാൻ ആദ്യമായി ഒരു വീഡിയോ ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ എനിക്ക് 28K സബ്സ്ക്രൈബേഴ്സും പിന്നെ ഒരു 470 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ആയിട്ട്. അതിനുശേഷം ഞാൻ യൂട്യൂബ് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പിന്നീട് കൊറോണയ്ക്ക് ശേഷം നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ അത്യാവശ്യം വീഡിയോ ഇട്ട് തുടങ്ങിയത്. അങ്ങനെ യൂട്യൂബിൽ നിന്ന് ആദ്യമായി എനിക്ക് പൈസ ലഭിച്ചിരിക്കുകയാണ്. കുറച്ച് പൈസ ഞാൻ നമ്മുടെ ATM നിന്ന് എടുത്ത് അച്ഛനമ്മക്കും ചിലവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് പൈസ കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം, കാരണം കുറേ കാലമായി കാത്തിരിക്കുന്നു. 4000 വാച്ച് അവേഴ്സ് ആവണം, പിന്നെ 2000 സബ്സ്ക്രൈബേഴ്സ് ആവണം, അങ്ങനെ കുറേ ചടങ്ങുകളുണ്ട്. 4000 വാച്ച് അവേഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ചടങ്ങ് തന്നെയാണ്. അങ്ങനെ പൈസ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ബോട്ടിംഗ് യാത്ര നടത്തുകയാണ്. ഞാനും അച്ഛനും അമ്മയാണ്. ഞാൻ നാട്ടിൽ വന്നതായിരുന്നു. ആ സമയത്താണ് ആ ഒരു മെസ്സേജ് വന്നത്. കുറേ ചടങ്ങുണ്ട് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ടാക്സ് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം, പിന്നെ വാച്ച് അവേഴ്സ് കറക്റ്റായിരിക്കണം, പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കറക്റ്റായിരിക്കണം. അതിന് ശേഷം ഒരു നിശ്ചിത എമൗണ്ട് ഡോളർ വന്നാൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരികയുള്ളൂ. അങ്ങനെ ആ നിശ്ചിത എമൗണ്ട് വന്നത് ഈയിടയ്ക്കായിരുന്നു. അങ്ങനെ ബോട്ടിങ്ങൊക്കെ കഴിച്ച് നമ്മൾ കോഴിക്കോട് പാരകളിൽ നിന്നൊരു ബിരിയാണിയൊക്കെ കഴിച്ച് ആ ഒരു യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയത് ആഘോഷിക്കുകയാണ്. സ്ഥിരമായി വീഡിയോ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു എമൗണ്ട് ലഭിക്കുകയുള്ളൂ. കൂടാതെ നല്ല കണ്ടൻറ്റും ഇടണം. 2000 സബ്സ്ക്രൈബേഴ്സ്, പിന്നെ കൂടാതെ 4000 വാച്ച് അവേഴ്സ്, അല്ലെങ്കിൽ 4000 വാച്ച് അവേഴ്സും പിന്നെ ഒരു 1 crore വ്യൂസ്, ഒരു 90 ഡേയ്സിൻ്റെ ഉള്ളിൽ 1 crore ഷോർട്ട് വ്യൂസും കൂടെ വേണം. ഈ 3 ക്രൈറ്റീരിയ ആണ്. ഇതിലല്ലെങ്കിൽ 2 ക്രൈറ്റീരിയ. വാച്ച് അവേഴ്സ് കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ മറ്റേത് സബ്സ്ക്രൈബേഴ്സും പിന്നെ ഷോർട്സിൻ്റെ വ്യൂസും ക്രൈറ്റീരിയ. ക്രൈറ്റീരിയ പാലിച്ചാൽ മാത്രമേ നമ്മുടെ ചാനൽ അവർ അംഗീകരിക്കുകയുള്ളൂ, മോണിറ്റൈസേഷന് വേണ്ടി വിധേയമാകുള്ളൂ. ഇത്രയും ആയാൽ മാത്രമേ മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എന്നെ ഈ ക്രൈറ്റീരിയ പാലിക്കാൻ സഹായിച്ചത് ഒരു ഷോർട്ട് വീഡിയോ ആണ്. അതിന് പെട്ടെന്ന് എനിക്കൊരു 10 മില്യൺ വ്യൂസ് വന്നു. അതായത് ഒരു 90 ഡേയ്സ് കൊണ്ട് 1 crore വ്യൂസ് വന്നു. അങ്ങനെ ഞാൻ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പ്ലാനിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നീട് ഏകദേശം 8 മാസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഫസ്റ്റ് റവന്യൂ വരുന്നത്. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം.